വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റയുടെ ഒരു ഫോമാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ. ഈ സെഷനിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ ബേസിക് ഫീച്ചേഴ്സും ഡിഫറെൻറ്റ് ടൈപ്സുമാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഡേറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള സ്റ്റെപ്പാണ്. പ്രോപ്പറായിട്ട് ഡേറ്റ പ്രസൻറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ട് മാറും. അപ്പോൾ ഡേറ്റയെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കമ്പാരറ്റീവ് അനാലിസിസ്, ഓവറോൾ അനാലിസിസ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കാറ്റഗറിയിൽ വരുന്ന രണ്ട് റെപ്രസെൻറ്റേഷൻ ടെക്നിക്സാണ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനും ഗ്രാഫിക് റെപ്രസെൻറ്റേഷനും. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനെ കുറിച്ച് വേറൊരു വീഡിയോ ലെസണിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ സെഷനിൽ ഗ്രാഫിക് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഡയഗ്രാംസ് ഉപയോഗിച്ചിട്ട് ഡേറ്റയെ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിന് ഓർഡിനറി പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസിയാണ് കൺസ്ട്രക്ട് ചെയ്യാൻ. ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ച് ഡേറ്റയെ കോംപ്ലക്സ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ എന്നുള്ളത്. അപ്പോൾ ഇത് ഡയഗ്രാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ആക്യുറേറ്റ് ആണ്, എഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് ആക്യുറസി എപ്പോഴൊക്കെയാണോ വളരെയധികം ആവശ്യമുള്ളത് ആ സമയത്ത് ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ആയിരിക്കണം. ഇപ്പോൾ ഗ്രാഫ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജോമെട്രിക്കൽ ഇമേജ് ഓഫ് ഡേറ്റ. ഡേറ്റയെ ജോമെട്രിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വിഷ്വൽ ഫോമാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. മെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഹൈലി ആക്യുറേറ്റ് ആണ്, കോംപ്ലക്സിറ്റിയെ സിംപ്ലിഫൈ ചെയ്യുന്നു, കമ്പാരറ്റീവ് അനാലിസിസ് വളരെ ഈസിയാക്കി മാറ്റുന്നു. ഫർദർ മാത്തമാറ്റിക്കൽ അനാലിസിസ് ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നടത്താൻ സാധിക്കും. ഗ്രാഫ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് സെൻട്രൽ ടെൻഡൻസിയൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഗ്രാഫ്സിന് ഉണ്ട്, അത് ഡയഗ്രാംസിന് ഇല്ല. ഡിമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ. ഗ്രാഫ് പേപ്പർ ഉപയോഗിക്കണം, പ്രോപ്പറായിട്ടുള്ള സ്കെയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കിന് കൺസ്ട്രക്ഷൻ സ്റ്റെപ്പ് ഡയഗ്രത്തെക്കാളിലും കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ട് മാറും. അതുകൊണ്ട് ഹൈ ഒരു എക്സ്പെർട്ടൈസ് വേണ്ട, ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റൂൾസ് നമുക്ക് നോക്കാം. റൂൾസ് പഴയ ക്ലാസ്സുകൾ തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ്. എപ്പോഴും ഒരു ഗ്രാഫിന് പ്രോപ്പറായിട്ടുള്ള നമ്പറും അതുപോലെ തന്നെ ടൈറ്റിലും ഉണ്ടായിരിക്കണം. പിന്നെ പ്രോപ്പർ സ്കെയില് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉണ്ടായിരിക്കണം. ആക്സിസിന് ടൈറ്റിൽസ് വേണം. എക്സ് ആക്സിസ്, വെർട്ടിക്കൽ ആക്സിസ് എല്ലാത്തിനും ടൈറ്റിൽസ്, പ്രോപ്പറായിട്ടുള്ള ലേബിൾസ് ഉണ്ടായിരിക്കണം. പിന്നെ ഷുഡ് ബി നീറ്റ് ആൻഡ് ക്ലീൻ. അടുത്ത ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള റൂളെന്ന് പറയുന്നത് പ്രോപ്പർ സെലക്ഷൻ ഓഫ് ഗ്രാഫ് സ്യൂട്ടബിൾ ഫോർ ദ ഡേറ്റ. ഗ്രാഫ് നമ്മുടെ ഡേറ്റയെ പ്രോപ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കണം. ഡേറ്റയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഐഡിയൽ ആയിട്ടുള്ള ഗ്രാഫ്സ് സെലക്ട് ചെയ്യണം. പല തരത്തിലുള്ള ഗ്രാഫ്സ് ഉണ്ട്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതിനകത്ത് നമ്മുടെ ഡേറ്റയ്ക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആക്കി മാറ്റും. ഡേറ്റ റെപ്രസെൻറ്റേഷൻ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് മാറും. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഡിസ്കസ് ചെയ്യാം. പല കാറ്റഗറീസ് ഉണ്ട്. ഇവിടെ 2-3 കാറ്റഗറീസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹിസ്റ്റോഗ്രാം എന്നുള്ളതാണ് ആദ്യത്തെ കാറ്റഗറി. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഇത് കാണുമ്പോൾ ഏകദേശം ഒരു ബാർ ഡയഗ്രാം പോലെ തന്നെ ഇരിക്കും, പക്ഷേ ബാർ ഡയഗ്രത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇതൊരു ഏരിയ ഡയഗ്രമാണ്. ഇവിടെ ബാർ ഡയഗ്രത്തിലുള്ളതുപോലെ തന്നെ വെർട്ടിക്കൽ അഡ്ജസൻറ്റ് റെക്ടാങ്കിൾസ് ആണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ സൈഡ് ബൈ സൈഡായിട്ട് ഒരു ബാർ ഡയഗ്രാമും ഹിസ്റ്റോഗ്രാമും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ബാർ ഡയഗ്രത്തിനകത്ത് ബിറ്റ്വീൻ ബാർസ് സ്പേസ് ഉണ്ട്, ഈക്വൽ സ്പേസ് ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല, ബിറ്റ്വീൻ ബാർസ് സ്പേസ് ഇല്ല, അഡ്ജസൻ്റ് ആയിട്ടാണ് ബാർസ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ നോക്കുകയാണെങ്കിൽ അത് ക്ലാസ് വിഡ്ത്ത്, ക്ലാസ് ഇൻ്റർവെല്ലാണ് കാണിച്ചിരിക്കുന്നത്. ഇനി വൈ ആക്സിസിലാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാർ ഫോം ഓഫ് റെപ്രസെൻറ്റേഷനാണ്. ഇപ്പോൾ എക്സ് ആക്സിസിൽ എപ്പോഴും ക്ലാസ് ഇൻ്റർവെല്ലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏജ് വൈസ് ഡിസ്ട്രിബ്യൂഷനാണ് കാണിച്ചിരിക്കുന്നത്. 0 to 10, 10 to 20, 20 to 30. ഇത് ക്ലാസ് ഇൻ്റർവെല്ലാണ്. ദെൻ
വൈ ആക്സിസിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി കാണിക്കുന്നു. ഇനി ഓരോ ബാറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ യൂസിങ് ദ ഇക്വേഷൻ ഫ്രീക്വൻസി മൾട്ടിപ്ലൈഡ് ബൈ ക്ലാസ് ഇൻ്റർവെൽ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബാറിൻ്റെ ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നത് 10 ആണ്, ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 10 ആണ്. ആ 10നെ നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ബാറിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഇതൊരു ഏരിയ റെപ്രസെൻറ്റേഷനാണ്, ഏരിയ ഗ്രാഫാണ് ഹിസ്റ്റോഗ്രാം എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏജ് വൈസ് ഡിസ്ട്രിബ്യൂഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേബിളാണ്. ഏജ് 0 to 10, 10 to 20, up to 50 വരെ. പിന്നെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, അതായത് ഫ്രീക്വൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഹിസ്റ്റോഗ്രാം എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാഫിന് വേണ്ട എല്ലാ ക്രൈറ്റീരിയയും ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള നമ്പറുണ്ട്, നമ്മുടെ ഡേറ്റയെ സമ്മറൈസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ടൈറ്റിലുണ്ട്, ഏജ് വൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ആക്സിസിനും ലേബിൾസ് ഉണ്ട്. എക്സ് ആക്സിസിൽ ഏജ് എന്നുള്ളതാണ് അവിടുത്തെ ക്ലാസ് ഇൻ്റർവെൽ എന്നുള്ളത്. അപ്പോൾ ക്ലാസ്സസ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന എക്സ് ആക്സിസിൽ ഏജ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലേബലായിട്ട്. ദെൻ വൈ ആക്സിസിലാണ് ഫ്രീക്വൻസി വരുന്നത്, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് വരുന്നത്, അതും പ്രോപ്പറായിട്ട് ലേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്കെയില് കൊടുത്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ 3 സെൻറ്റിമീറ്ററാണ് 10 വർഷത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 3 സെൻറ്റിമീറ്റേഴ്സ് ഈസ് ഈക്വൽ ടു 10 years. ദെൻ വൈ ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 ഇൻഡിവിജ്വൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ബാർ ചാർട്ടിൽ നിന്ന് വ്യത്യസ്തമാണ്, ബാർ ഡയഗ്രത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ റെക്റ്റാങ്കിൾസ് ബാർസ് എല്ലാം അഡ്ജസൻ്റ് ആണ്, ക്ലോസ്ലി പ്ലേസ്ഡ് ആണ്, അവ തമ്മിൽ ഗ്യാപ്പ് ഒന്നും ഇല്ല. അപ്പോൾ ഇതൊരു ഏരിയ ഡയഗ്രമാണ്. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹിസ്റ്റോഗ്രാമും ബാർ ഡയഗ്രാമും തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്ന ഒരു ഗ്രാഫാണ്, ബാർ ഡയഗ്രാം ഒരു ഡയഗ്രമാണ്. അപ്പോൾ ഗ്രാഫ് പേപ്പറിലാണ് ഹിസ്റ്റോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഒരിക്കലും പ്ലെയിൻ പേപ്പറിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ബാർ ഡയഗ്രാം അങ്ങനെയല്ല, അത് പ്ലെയിൻ പേപ്പറിലും കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ബാർസിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഹിസ്റ്റോഗ്രാമിൽ കാണാൻ സാധിക്കത്തില്ല, എല്ലാം ക്ലോസ്ലി പാക്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബാർ ഡയഗ്രത്തിലാണെങ്കിൽ ഈക്വൽ ഗ്യാപ്സ് ബിറ്റ്വീൻ റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരെണ്ണം കഴിഞ്ഞ് ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ട് അടുത്തത് വരുമ്പോൾ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ദ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് റെക്റ്റാങ്കിൾസ് ആർ ആസ് പെർ ഡേറ്റ. ഇപ്പോൾ ഹിസ്റ്റോഗ്രാമിനകത്ത് നോക്കുകയാണെങ്കിൽ ക്ലാസ് വിഡ്ത്ത് ആണ് അല്ലെങ്കിൽ ക്ലാസ്സസ് ആണ് എക്സ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ ഒരു ബാറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് അത് ക്ലാസ് ഇൻ്റർവെല്ലാണ്. ദെൻ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും രണ്ടും ആസ് പെർ ഡേറ്റയാണ്. പക്ഷേ ബാർ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ അത് ഹൈറ്റ് മാത്രം, ഓരോ ബാറിൻ്റെ ഹൈറ്റ് മാത്രം ആസ് പെർ ഡേറ്റയാണ്. വിഡ്ത്ത് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. വിഡ്ത്ത് എന്ന് പറയുന്നത് യൂസർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൺസ്ട്രക്റ്റ് ചെയ്യാം. ചിലപ്പോൾ അത് 3 സെൻറ്റിമീറ്റർ എടുക്കാം, ചിലപ്പോൾ 2 സെൻറ്റിമീറ്റർ എടുക്കാം, 1 സെൻറ്റിമീറ്റർ എടുക്കാം. എല്ലാ ബാറിനും ഈക്വൽ ആയിട്ടുള്ള വിഡ്ത്ത് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് എത്രയാണെന്നുള്ളത് ഡേറ്റയെ ബേസ് ചെയ്തിട്ടല്ല, അത് കൺസ്ട്രക്ട് ചെയ്യുന്ന വ്യക്തിയുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്, സബ്ജക്റ്റിവിറ്റി അനുസരിച്ചിട്ടാണ്. ദെൻ യൂസ് ടു റെപ്രസെൻറ്റ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഹിസ്റ്റോഗ്രാം സാധാരണ രീതിയിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ബാർ ഡയഗ്രാം ആണെങ്കിൽ അത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഫ്രീക്വൻസി പോളിഗോൺ. ജസ്റ്റ് ലൈക്ക് ഹിസ്റ്റോഗ്രാം, ഇറ്റ് ഈസ് ഓൾസോ എ ഗ്രാഫ് വിച്ച് ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇത് എങ്ങനെയാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് നോക്കാം. obtained when midpoints of each rectangles in a histogram are joined by a straight line. ഇതുണ്ടാക്കുന്നത് ഹിസ്റ്റോഗ്രാമിൻ്റെ മിഡ് പോയിൻറ്റ്സ് പരസ്പരം സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്തിട്ടാണ്. അതായത് ആക്ച്വലി ഹിസ്റ്റോഗ്രാമിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു ലൈൻ ഗ്രാഫാണ് ഫ്രീക്വൻസി പോളിഗോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഫ്രീക്വൻസി പോളിഗോൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഓരോ പോയിൻറ്റും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹിസ്റ്റോഗ്രാമിനകത്തുള്ള മിഡ് പോയിൻറ്റ്സ് ആണ്. ആ മിഡ് പോയിൻറ്റ്സിനെ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ജോയിൻറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഏജ്, അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ഓരോ ഏജ് ഗ്രൂപ്പിൽ
എത്ര ഇൻഡിവിജ്വൽസാണ് എത്ര മെമ്പേഴ്സാണ് വരുന്നത് എന്ന് കാണിക്കുന്ന ടേബിളാണ്. അപ്പോൾ 0 to 60 ഇയേഴ്സ് ആ റേഞ്ചിൽ ആണ് നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് ഈ ജോയിൻറ്റ് ഫാമിലിയിൽ വരുന്നത്. അപ്പം ഓരോ ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് വിഡ്ത്ത് 10 ആണ് എടുത്തിരിക്കുന്നത്. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60 ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ ഏജ് കൊടുക്കുക, അതായത് 0, 10, 20, 30, 40, 50, 60 അങ്ങനെ കൊടുക്കുക. ഇനി നമ്പർ ഓഫ് മെമ്പേഴ്സ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി വൈ ആക്സിസിൽ കൊടുക്കുക. എന്നിട്ടൊരു ഹിസ്റ്റോഗ്രാം ആദ്യമേ പ്രിപ്പയർ ചെയ്യുക. ഹിസ്റ്റോഗ്രാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഹിസ്റ്റോഗ്രാമിനകത്തുള്ള ഓരോ ബാറിൻ്റെയും മിഡ് പോയിൻ്റ്, അതായത് അതിൻ്റെ ഹൈറ്റിൽ വെച്ചിട്ട് ആ മിഡ് പോയിൻറ്റിനെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് 0 to 10 ആണ്. അപ്പോൾ 0 to 10ൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇതാണ് ഹൈറ്റ് ലെവൽ. അപ്പോൾ ഇവിടെ മിഡ് പോയിൻ്റ് എടുക്കുക 5 എന്നുള്ളത്, ഇവിടെ ഈ 5 എന്നുള്ളത് ഇവിടെ എടുക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ 10 to 20 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി 1 ആണ്. അതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ 15 ഇവിടെയാണ് ആ മിഡ് പോയിൻ്റ് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ആയിട്ട് കോൺസൈഡ് ചെയ്യുന്നത്. ആ പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത ക്ലാസ്. ഇങ്ങനെ ഓരോ പോയിൻറ്റും മാർക്ക് ചെയ്തതിന് ശേഷം ഈ പോയിൻറ്റ്സിനെ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ കിട്ടുന്ന ഗ്രാഫാണ് ഫ്രീക്വൻസി പോളിഗോൺ എന്ന് പറയുന്നത്. ഈ ഫ്രീക്വൻസി പോളിഗോൺ നമുക്ക് ഹിസ്റ്റോഗ്രാം ഇല്ലാതെ തന്നെ കൺസ്ട്രക്റ്റ് ചെയ്യാം. ജസ്റ്റ് എക്സ് ആക്സിസിൽ ക്ലാസ്സും ദെൻ വൈ ആക്സിസിൽ ഫ്രീക്വൻസിയും കൊടുക്കുക. എന്നിട്ട് ഓരോ ക്ലാസ്സിൻ്റെ മിഡ് പോയിൻറ്റിൽ ആ ഫ്രീക്വൻസിയിൽ വരുന്ന പോയിൻ്റ്, ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പോയിൻ്റ്, മിഡ് പോയിൻ്റ് വേഴ്സസ് ഫ്രീക്വൻസി, ആ പോയിൻ്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ അവിടെ മാർക്ക് ചെയ്യുക, അടുത്തത് കണ്ടുപിടിക്കുക, അങ്ങനെ മാർക്ക് ചെയ്യുക. ദെൻ ഫൈനലി എല്ലാ പോയിൻറ്റ്സൂടെ സ്ട്രെയിറ്റ് ലൈൻ വഴി ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഹിസ്റ്റോഗ്രാം വിത്ത് പോളിഗോൺ ആണ്. ഇനി ഇവിടെയാണെങ്കിൽ അവിടെ ഹിസ്റ്റോഗ്രാം കാണാൻ സാധിക്കത്തില്ല, അവിടെ പോളിഗോൺ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹിസ്റ്റോഗ്രാം ഉണ്ടാക്കിയതിന് ശേഷം ഫ്രീക്വൻസി പോളിഗോൺ കൺസ്ട്രക്റ്റ് ചെയ്യാം ഇതേപോലെ, അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം ഇല്ലാതെയും ഫ്രീക്വൻസി പോളിഗോൺ കൺസ്ട്രക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഹിസ്റ്റോഗ്രാം പോലെ തന്നെ ഒരു ഏരിയ ഗ്രാഫ് ആണ്. ഇനി അടുത്താണ് ഫ്രീക്വൻസി കർവ്. ഇത് ഫ്രീക്വൻസി പോളിഗോണിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. ഫ്രീക്വൻസി പോളിഗോണിൽ നമ്മൾ മിഡ് പോയിൻറ്റ്സിനെ, ഹിസ്റ്റോഗ്രാമിൻ്റെ മിഡ് പോയിൻറ്റ്സിനെ പരസ്പരം ജോയിൻ ചെയ്യിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചിട്ടാണ്. ഫ്രീക്വൻസി കർവിലാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിന് പകരം സ്മൂത്ത് ആയിട്ടുള്ള ഫ്രീ ഹാൻഡ് കർവാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. മിഡ് പോയിൻറ്റ്സിനെ പരസ്പരം ജോയിൻ ചെയ്തിരിക്കുന്നത് സ്മൂത്ത് ആയിട്ടുള്ള ലൈൻസ് ഉപയോഗിച്ചിട്ടാണ്. അത് ഫ്രീ ഹാൻഡ് മെത്തേഡിലാണ് ഇത് ലൈൻസിനെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല കർവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഷാർപ്പായിട്ടുള്ള ടേൺസ് ഒന്നും ഉണ്ടാകത്തില്ല, കാരണം സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചിട്ടല്ല പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഫ്രീക്വൻസി പോളിഗോണിൻ്റെ ഒരു മോഡിഫിക്കേഷനെയാണ് ഫ്രീക്വൻസി കർവ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത വെറൈറ്റിയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് അല്ലെങ്കിൽ ഒജീവ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി സിമ്പിൾ ഫ്രീക്വൻസിക്ക് പകരം പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫാണ് ഒജീവ്. അതായത് വേരിയബിൾ വേഴ്സസ് ഫ്രീക്വൻസി. അതിനകത്ത് ഫ്രീക്വൻസി എന്ന് പറയുന്ന ആ വൈ ആക്സിസിൽ വരുന്ന ഇത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് എടുക്കുകയാണെങ്കിൽ കിട്ടുന്ന ഗ്രാഫാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് അല്ലെങ്കിൽ ഒജീവ് എന്ന് പറയുന്നത്. ഇവിടെ സാധാരണ രീതിയിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒജീവ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് ലിമിറ്റ്സ് എക്സ് ആക്സിസിൽ എടുക്കും, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യും. രണ്ട് ടൈപ്പാണ് ഉള്ളത്, ലെസ് ദാൻ ഒജീവും ദെൻ മോർ ദാൻ ഒജീവും. ഒരു എക്സാമ്പിൾ വഴി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ വരുമ്പോഴാണ് എക്സ്പ്ലനേഷൻ കുറച്ചുകൂടെ ആപ്റ്റായിട്ട് മാറുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, വെയ്റ്റ് ഓഫ് ഇൻസെക്ട്സ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയാണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ വെയ്റ്റ് റേഞ്ചിൽ വരുന്ന ഇൻസെക്ട്സിൻ്റെ നമ്പർ ഫ്രീക്വൻസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 0 to 10 5 ഇൻസെക്ട്സ് വരുന്നുണ്ട്, 10 to 20 ഗ്രാംസ്,
10 ഇൻസെക്ട്സ് വരുന്നുണ്ട്. 20 to 30 15, then 30 to 48, then 40 to 56. ഇപ്പോൾ ഇത് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഒജീവ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. ലെസ് ദാൻ ഒജീവ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെയ്റ്റ് ലെസ് ദാൻ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാക്കുക. ആ കോളത്തിനകത്ത് ഫസ്റ്റ് ഓരോ ക്ലാസ്സിൻ്റെയും അപ്പർ ലിമിറ്റ് മാത്രം കൊടുക്കുക. അതായത് ആദ്യത്തെ ക്ലാസ് സ്റ്റാർട്ടിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 0 to 10 ആണ്. അതിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ വെയ്റ്റ് ലെസ് ദാൻ എന്ന് പറയുന്ന കോളത്തിൽ ആദ്യമേ വരേണ്ട എൻട്രി എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റാണ്. അപ്പോൾ 10 കൊടുക്കുക. നെക്സ്റ്റ് ക്ലാസ് 10 to 20 ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് 20 ആണ്. ദെൻ 20 to 30 അതിൻ്റെ അപ്പർ ലിമിറ്റ് 30 ആണ്. ദെൻ 30 to 40 അപ്പർ ലിമിറ്റ് 40 ആണ്. ദെൻ 40 to 50 അപ്പർ ലിമിറ്റ് 50 ആണ്. അപ്പോൾ 10, 20, 30, 40, 50 ഇതാണ് വെയ്റ്റ് ലെസ് ദാൻ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ കോളത്തിൽ എൻട്രി ചെയ്യേണ്ടത്. ഇനി അടുത്തത് അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് ഫ്രീക്വൻസി കോളത്തിൽ കൊടുക്കേണ്ടത്. ഫ്രീക്വൻസി അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ വെയ്റ്റ് ലെസ് ദാൻ 10 ഫ്രീക്വൻസി എത്ര വരുന്നുണ്ടെന്നാണ്. അതായത് ലെസ് ദാൻ 10 grams എത്ര ഇൻസെക്ട്സ് ഈ പർട്ടിക്കുലർ ഡേറ്റയ്ക്കകത്ത് ഉണ്ട്. ലെസ് ദാൻ 10 5 ഇൻസെക്ട്സ് ഉണ്ട്. ഇനി ലെസ് ദാൻ 20 എത്ര ഇൻസെക്ട്സ് ഉണ്ടെന്നുള്ളത് നോക്കണം. അതായത് ലെസ് ദാൻ 20 എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ക്ലാസ്സസ് ഇൻക്ലൂഡഡ് ആണ്, 0 to 10, 10 to 20. അപ്പോൾ 0 to 10ൻ്റെ 5ഉം ദെൻ 10 to 20യുടെ 10 കൂട്ടുമ്പോൾ ലെസ് ദാൻ 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 15 ആയിട്ട് മാറും. ഇനി അടുത്താണ് ലെസ് ദാൻ 30. ലെസ് ദാൻ 30 നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് 3 ക്ലാസ്സസ് വരുന്നുണ്ട്. 0 to 10, 10 to 20, 20 to 30. അപ്പോൾ അതിൻ്റെ എല്ലാം ക്യുമുലേറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ ഈ 15ൻ്റെ കൂടെ 20 to 30ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്താണോ അത് കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് 30. അപ്പോൾ 30 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 5 + 10 + 15 ആണ്. ഇനി അടുത്താണ് ലെസ് ദാൻ 40. ലെസ് ദാൻ 40 ആ പർട്ടിക്കുലർ ഡേറ്റ അതിനകത്ത് എത്ര ക്ലാസ് വരുന്നുണ്ട്? 1, 2, 3, 4 ക്ലാസ് വരുന്നുണ്ട്. 0 to 10, 10 to 20, 20 to 30, 30 to 40. അതിൻ്റെ എല്ലാം കൂടെ ഫ്രീക്വൻസീസിനെ കൂട്ടണം. അല്ലെങ്കിൽ നേരത്തെ ഉള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കൂടെ 30 to 40 ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി കൂട്ടിയാലും മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 38. 5 + 10 + 15 + 8 ആണ് 38. അല്ലെങ്കിൽ ഇവിടെ ക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന 30 ഉണ്ട്. അതിനെ 30 to 40 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി കൊണ്ട് കൂട്ടുക. അപ്പോൾ 38 കിട്ടും. ഇനി ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് 40 to 50 ആണ്. അതായത് ലെസ് ദാൻ 50 വെയ്റ്റ് ലെസ് ദാൻ 50ക്കകത്ത് എത്ര നമ്പർ വരുന്നുണ്ടെന്നുള്ളതാണ്. അതിനകത്ത് എല്ലാം വരുന്നുണ്ട്. അതായത് ഈ ഫ്രീക്വൻസീസിനെ എല്ലാ ക്ലാസ്സസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ഫ്രീക്വൻസീസിനെ എല്ലാം കൂടെ കൂട്ടണം. അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ 30 to 40ൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണോ 38 ആണ്. അതിൻ്റെ കൂടെ 40 to 50ൻ്റെ ഫ്രീക്വൻസി കൂട്ടുക. 38 + 6 44 ആണ് വരുന്നത്. ഈ 44 എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആയിരിക്കണം. അതായത് സിഗ്മ എഫ് ആയിരിക്കണം. ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ വെയ്റ്റ് എന്നുള്ളത് എക്സ് ആക്സിസിലും, അതായത് ഇവിടെ 10, 20, 30, 40, 50 എന്നുള്ളത് എക്സ് ആക്സിസിലും, ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് വൈ ആക്സിസിലും കൊടുക്കുക. എന്നിട്ട് ഒരു ലൈൻ ഗ്രാഫ് ഉണ്ടാക്കുക. അതായത് 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ ആ 5 സ്പോട്ട് ചെയ്യുക. ദെൻ 20ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 15 ആണ്. അപ്പോൾ 15 സ്പോട്ട് ചെയ്യുക. അങ്ങനെ 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 30, ദെൻ 40ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 38, 50ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 44. അപ്പോൾ ഇതെല്ലാം കൂടെ സ്പോട്ട് ചെയ്തതിന് ശേഷം ഇതിനെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോഴേക്കിന് നമുക്കൊരു റൈസ് ചെയ്യുന്ന രീതിയിലുള്ള ലൈൻ ഗ്രാഫ് കിട്ടും. ഇതിനെയാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് അല്ലെങ്കിൽ ലെസ് ദാൻ ഒജീവ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇതിന് ലേബൽസ് ഒക്കെ കൊടുക്കണം. മെയിൻ ഹെഡിങ് ഒക്കെ ഉണ്ടായിരിക്കണം. വെയ്റ്റ് ഓഫ് ഇൻസെക്ട്സ് ആണ് മെയിൻ ഹെഡിങ്. പിന്നെ എക്സ് ആക്സിസിൽ വെയ്റ്റ്, വൈ ആക്സിസിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി, പിന്നെ സ്കെയിലൊക്കെ പ്രോപ്പറായിട്ട് കൊടുത്തിരിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പിൽ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഒജീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സെയിം ഡേറ്റയെ തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. പക്ഷേ ഇവിടെ
വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ എടുത്തിരിക്കുന്നത് വെയിറ്റ് ലെസ് ദാൻ എന്ന് പറയുന്ന പർട്ടിക്കുലർ കോളത്തിൽ എടുത്തിരിക്കുന്നത് ഓരോ ക്ലാസ്സിൻ്റെയും അപ്പർ ലിമിറ്റാണ്. ഇവിടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് എല്ലാ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റ് എടുക്കണം. വെയിറ്റ് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന കോളത്തിൽ ആദ്യത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 0 എടുക്കുക, രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 10 എടുക്കുക, മൂന്നാമത്തെ ക്ലാസ്സിൻ്റെ 20 എടുക്കുക, നാലാമത്തെ ക്ലാസ്സിൻ്റെ 30 എടുക്കുക, ദെൻ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ 40 എടുക്കുക. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഇവിടെ കൊടുക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് കൊടുക്കേണ്ടത്. വെയിറ്റ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പം അതിനകത്ത് എല്ലാ ഇൻസെക്ട്സും വരുന്നുണ്ട്. അപ്പം 0യേക്കാളും കൂടുതൽ വെയിറ്റ് ഉള്ളതാണ് എല്ലാ ഇൻസെക്ട്സും. അപ്പോൾ 5 + 10 + 15 + 8 + 6 ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി. അപ്പം 44 ആണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി വെയിറ്റ് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്ലാസ് എക്സ്ക്ലൂഡഡ് ആയി. അതായത് ടോട്ടലിൽ നിന്ന്, അതായത് 44 എന്ന് പറയുന്ന ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നിന്ന് നമ്മൾ 5 എന്ന് പറയുന്ന ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വെയിറ്റ് ഗ്രേറ്റർ ദാൻ 10ൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 39 നമുക്ക് കിട്ടും. ഇനി വെയിറ്റ് ഗ്രേറ്റർ ദാൻ 20 എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ക്ലാസ്സസ് പോയി 0 to 10, 10 to 20, അതായത് 5 + 10 ഇതിനകത്ത് നിന്ന് പോകണം. അത്രയും ഇൻസെക്ട്സ് ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടലിൽ നിന്ന്, അതായത് 44ൽ നിന്ന് 5 + 10 15 കുറയ്ക്കുക. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഈ 39ൽ നിന്ന് ഈ പർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുക. അതായത് 39ൽ നിന്ന് 10 കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്നതാണ് വെയിറ്റ് ഗ്രേറ്റർ ദാൻ 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 29. ഇനി അടുത്തത് വെയിറ്റ് ഗ്രേറ്റർ ദാൻ 30. അപ്പോൾ 30ക്ക് മുകളിൽ വരുന്നത് മോർ ദാൻ 30 എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 ക്ലാസ്സസ് എക്സ്ക്ലൂഡഡ് ആയിപ്പോയി. 0 to 10, 10 to 20, 20 to 30. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫ്രീക്വൻസി ടോട്ടലിൽ നിന്ന് കുറയ്ക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നിന്ന് ഈ 20 to 30 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്നതാണ് 14 എന്ന് പറയുന്നത്. അതായത് 29ൽ നിന്ന് 15 കുറയ്ക്കുമ്പോൾ നമുക്ക് 14 കിട്ടും. ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി കാണണമെങ്കിൽ മോർ ദാൻ 40, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി കാണണമെങ്കിൽ ഈ വാല്യൂസ് എല്ലാം 5 + 10 + 15 + 8 44ൽ നിന്ന് കുറയ്ക്കുക. അല്ലെങ്കിൽ 40ൽ നിന്ന് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നിന്ന് ഈ പർട്ടിക്കുലർ ക്ലാസ് 30 to 40ൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുക. അപ്പോൾ 14 - 8 നമുക്ക് കിട്ടുന്നത് 6 ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നേരത്തെ ചെയ്ത പോലെ തന്നെ അടുത്ത സ്റ്റെപ്പിൽ ഒരു ലൈൻ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുക. വെയിറ്റ് എക്സ് ആക്സിസിൽ കൊടുക്കുക, ഫ്രീക്വൻസി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വൈ ആക്സിസിൽ കൊടുക്കുക. ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് 0 എന്നുള്ളതാണ് ആദ്യത്തെ ക്ലാസ് ലിമിറ്റ്, ക്ലാസ് ലോവർ ലിമിറ്റ്. ആ ലോവർ ലിമിറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 44 ഇവിടെ പോയിൻ്റ് ചെയ്യുക, സ്പോട്ട് ചെയ്യുക. ഇനി അടുത്തത് 10 ആണ്. 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 39 പോയിൻ്റ് ചെയ്യുക, സ്പോട്ട് ചെയ്യുക. ദെൻ 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 29, ദെൻ 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 14, ദെൻ 40ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 6. ഇതെല്ലാം സ്പോട്ട് ചെയ്തതിന് ശേഷം ഈ ഡോട്ട്സിനെ എല്ലാം പരസ്പരം സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ജോയിൻ ചെയ്യിക്കുക. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഡിസെൻഡിങ് ആയിട്ടുള്ള ഒരു ഫോളുള്ള ഒരു ഗ്രാഫ്, ഒരു ലൈൻ ഗ്രാഫ് കിട്ടും. ഇതിനെയാണ് ഗ്രേറ്റർ ദാൻ ഒജീവ് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രേറ്റർ ദാൻ ഒജീവിനെയും ലെസ് ദാൻ ഒജീവിനെയും ഒരുമിച്ച് ഒരു ഗ്രാഫ് പേപ്പറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു അസെൻഡിങ് ഗ്രാഫും ഒരു ഡിസെൻഡിങ് ഗ്രാഫും നമുക്ക് കിട്ടും. ഗ്രേറ്റർ ദാനിന് എപ്പോഴും ഡിസെൻഡിങ് ആയിരിക്കും, ലെസ് ദാൻ എന്ന് പറയുന്നത് അസെൻഡിങ് ആയിരിക്കും. ഈ രണ്ട് ലൈൻ ഗ്രാഫും കോയിൻസൈഡ് ചെയ്യുന്ന പർട്ടിക്കുലർ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് വാല്യൂ നോക്കുവാണെങ്കിൽ അതാണ് ഈ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫിക്കലായിട്ട് മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് കൺസ്ട്രക്ഷൻ ഓഫ് ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ ഒജീവ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ ഒജീവ് രണ്ട് ലൈൻ ഗ്രാഫിനെയും ഒരു ഗ്രാഫ് പേപ്പറിനകത്ത് പ്ലോട്ട് ചെയ്തതിന് ശേഷം ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻറ്റിനെ താഴേക്ക്
പെർപെൻഡിക്കുലറായിട്ട് താഴേക്ക് നമ്മൾ ലൈൻ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് അത് എക്സ് ആക്സിസിൽ ഏത് വാല്യൂവിലാണോ വന്ന് ടച്ച് ചെയ്യുന്നത് ആ വാല്യൂ ആണ് ആ പർട്ടിക്കുലർ സീരീസിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫിക്കലായിട്ട് മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഒജീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹിസ്റ്റോഗ്രാം പറഞ്ഞു, ഫ്രീക്വൻസി പോളിഗോൺ, ഫ്രീക്വൻസി കർവ്, ദെൻ ഫൈനലി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് അല്ലെങ്കിൽ ഒജീവ്.